ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സുഖമല്ലേ? പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ എന്താ പരിപാടി നിങ്ങളെല്ലാവരും എണീറ്റോ? അപ്പോൾ പിന്നെ ഞാൻ രാവിലെ എണീറ്റ് ബ്രഷൊക്കെ ചെയ്ത് ഇനി നേരെ അടുക്കളയിൽ. അപ്പം വിചാരിക്കും കുഞ്ഞായിരുന്നാൽ മതിയായിരുന്നു, എന്ത് രസമായിരുന്നല്ലേ. പല്ലിയേക്കുക, കുറച്ച് നേരം സെറ്റിലൊക്കെ ഇരിക്കുക. അപ്പോൾ അമ്മ ചായ കൊണ്ടുവരും. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്തെങ്കിലും ചെറിയ ഹെൽപ്പ് അമ്മയ്ക്ക് ചെയ്ത് കൊടുക്കും. എൻ്റെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് റിലാക്സിലിരിക്കുക. ഇപ്പം അങ്ങനെ പറ്റില്ലല്ലോ, നമ്മൾ ഉത്തരവാദിത്വം നമ്മുടേതായില്ലേ. അങ്ങനെ നിങ്ങൾക്കൊക്കെ ഫീൽ ചെയ്യാറുണ്ട്? പെട്ടെന്നാണ് സമയം കടന്നു പോകുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. എന്ത് സ്പീഡാണ് ഓരോ ദിവസവും കടന്നു പോകണതല്ലേ. ഓണം, ക്രിസ്മസ് ആയിക്കോട്ടെ, ഓരോ വർഷവും കടന്നു പോകണത് എന്ത് സ്പീഡായിട്ടാണല്ലേ. ഞാൻ രാവിലെ തന്നെ ഒരു ചായക്ക് വെച്ച് കേട്ടോ. ചായ കുടിക്കുമ്പം ആ ഒരു ഹാങ് ഓവർ ഒന്ന് വിട്ടു. എന്നിട്ട് അപ്പോൾ ആ കുടിച്ച് ആസ്വദിച്ച് കുടിക്കാനും സമയമില്ല. മിക്കവാറും ഇവിടെ നിന്നായിരിക്കും കുടിക്കുന്നത് കേട്ടോ. ചില സമയത്ത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടൊക്കെ ആണെങ്കിൽ കുറച്ച് നേരം ഞാൻ റിലാക്സ് ചെയ്തിരുന്ന് കുടിക്കാൻ വേണ്ടിയിട്ടുള്ള സമയം കിട്ടും. ഇന്ന് പിന്നെ അപ്പവും നമ്മുടെ വെജിറ്റബിൾ സ്റ്റൂ ആണ് റെഡിയാക്കാൻ പോണത്. അപ്പത്തിനുള്ള മാവന് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് നല്ല കറക്റ്റായിട്ട് എല്ലാ പ്രാവശ്യവും കിട്ടാറുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇതിൻ്റെ റെസിപ്പി എന്തെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. നമ്മൾ നന്നായിട്ട് ഇതുപോലെ തന്നെ ചെയ്താൽ കറക്റ്റായിട്ട് തന്നെ വരുവേ. നല്ല കറക്റ്റായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് പൊരിഞ്ഞിരിക്കുന്നതാണ് ഇഷ്ടം കേട്ടോ എല്ലാവർക്കും. അതുകൊണ്ടാണ് അങ്ങനെ എടുത്തിരിക്കുന്നത്. ഇന്ന് നമ്മൾ സ്റ്റൂ ആണ്, ഞാൻ പറഞ്ഞില്ലേ ഉണ്ടാക്കണമെന്ന്. അപ്പോൾ പിന്നെ സവോള ആയിരുന്നു. ഇത് ഭയങ്കര ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സ്റ്റൂ ആണ്. നിങ്ങൾ വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ. പുതുതായിട്ട് കുക്ക് ചെയ്യണ ആർക്കെങ്കിലും ആണെങ്കിലോ പിന്നെ ഇത് അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവട്ടാണ്. ഞാൻ കുക്കറിൽ ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, നമുക്ക് ബീൻസ് എന്ത് വേണമെങ്കിലും ചേർക്കാമേ. എന്ത് വെജിറ്റബിൾസോ കയ്യിലുള്ളതെല്ലാം നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് അതൊരു 6 വിസിൽ, 6ഒന്നും വേണ്ട, ഒരു 4-5 വിസിൽ മതി കേട്ടോ. കുക്കറിൽ വിസിൽ കേൾപ്പിച്ച് മാറ്റി വെക്കണം. എന്നിട്ട് ഈ സമയത്താണ് നമ്മളൊരു പാനിൽ ഓയിൽ ഒഴിച്ച്, ഈ ഓയിലിൻ്റെ അടപ്പിൽ ഞാനൊരു തുള ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് പ്രസ് ചെയ്യുമ്പോൾ വന്നോളൂ. അതുകൊണ്ടാണ് കേട്ടോ വേറെ ഓയിൽ ക്യാൻ വാങ്ങിയത്. ഇതുവരെയ്ക്കും നടന്നില്ലേ. എന്നിട്ട് നമ്മൾ കുരുനാന്നരിഞ്ഞ് സവാള ആഡ് ചെയ്യണം. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വശട്ടിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളർ ആകുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് നമ്മൾ ആഡ് ചെയ്തത്. ഞാൻ ഇനി ചതച്ചിടുന്നതാണ് ചെയ്യണത്. എന്നിട്ട് ഞാൻ കോളിഫ്ലവർ എങ്ങനെയാണെന്ന് അറിയാമോ, ചൂട് വെള്ളത്തിൽ ഒരു മിനിറ്റ് തിളപ്പിച്ചായിരുന്നു. എന്നിട്ട് കുറച്ച് നേരം വച്ചിരുന്ന് എന്നിട്ട് നമ്മുടെ കുക്കറിൽ വേവിച്ച മലക്കറി എല്ലാം കൂടി ആഡ് ചെയ്തത്. എനിക്കിപ്പോൾ ക്യാരറ്റും നമ്മുടെ ഉരുളക്കിഴങ്ങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് എന്തൊക്കെയുണ്ട് അതൊക്കെ ആഡ് ചെയ്യാം. പച്ചമുളക് ആഡ് ചെയ്യണം. എന്നിട്ട് 2ാം പാല് അത് ആഡ് ചെയ്യുക. എന്നിട്ട് ഒരു അടിപൊളി ടിപ്പ് പറഞ്ഞുതരാവേ. ഞാൻ കോളിഫ്ലവറും ഇതിൽ നിന്ന് കുറച്ച് ഉരുളക്കിഴങ്ങിൻ്റെ ഇതും കൂടി എടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കലുണ്ട്. അപ്പം കറിക്കൊരു കൊഴുപ്പ് കിട്ടും. നമ്മൾ അല്ലെങ്കിൽ ഫ്രഷ് ക്രീമോ നട്ട്സോ ഒക്കെ അരച്ച് ചേർക്കണ്ടേ, അതിന് പകരം ഇത് ചേർത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് ഞാൻ ജസ്റ്റ് അതിനുള്ള സംഭവങ്ങളൊക്കെ എടുക്കണേ. കുറച്ച് കോളിഫ്ലവറും കുറച്ച് ക്യാരറ്റും. എന്നിട്ട് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി കുറച്ച് അധികം ചേർക്കണം. എരി നിങ്ങൾ നോക്കിയിട്ട്, കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നോക്കണം. ഇത് അധികം എരിയുള്ള കുരുമുളകല്ല കേട്ടോ. എന്നിട്ട് നമ്മൾ തേങ്ങാപ്പാൽ 2ാം പാലിലെ അതാണ് ഒഴിച്ചത്. എന്നിട്ട് നമ്മളിനി ചേർക്കാൻ പോകുന്നത് നമ്മുടെ ഈ അരച്ച സംഭവമില്ലേ, അതാണ് ഗൈസ്. അടിപൊളി, ട്രസ്റ്റ് മീ, ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ചേർക്കാനുള്ളത് നമ്മുടെ ഈ ഗരം മസാല. അത് ചേർത്ത് ഞാൻ വിട്ടുപോയിട്ടോ. ഗരം മസാലയും ഞാൻ ആവശ്യത്തിന് ചേർത്ത് ലാസ്റ്റാണ് കറിവേപ്പില ഇട്ടത്. അടിപൊളി ടേസ്റ്റായിരുന്നു. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. പാല് വെച്ചിരിക്കുകയായിരുന്നേ. എന്നിട്ട് ഞാൻ പാൽ ഓഫ് ചെയ്ത് ഞാൻ അവിടെ പോയി സുഖമായിട്ട് കുറച്ചിട്ടിരുന്ന് കഴിക്കും. അപ്പോൾ ഇനി ഫുഡൊക്കെ കഴിഞ്ഞിട്ട് കാണാം. എന്നിട്ട് ഞാൻ നേരെ വന്ന് ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്തൊരു പൊട്ടെടുത്ത് വെച്ച് കേട്ടോ. അല്ലെങ്കിൽ ഒരുമാതിരി ഇരിക്കും നമ്മൾ ഉറക്കത്തിൻ്റെ ആ ഒരു തന്നെ. അപ്പോൾ പൊട്ടൊക്കെ വയ്ക്കുമ്പോൾ നമുക്കൊരു ഉഷാറ് വരില്ലേ. ഉച്ചത്തെ പരിപാടികളാക്കണം. ഹസ്ബൻഡ് ചോറ് കൊണ്ടുപോകണം. അപ്പോൾ അതിന് മുന്നേ തന്നെ ആ പരിപാടികളാക്കണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഡൈനിങ് ടേബിളും തുടച്ചിടാമെന്ന് വിചാരിച്ചേട്ടാ. എന്തെന്നറിയാവോ, ഇല്ലെങ്കിൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അതിൻ്റെയൊക്കെ ഇതെവിടേക്കും പിന്നെ ഭയങ്കര പാടായിരിക്കും തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് ഉടനെ അങ്ങ് തുടച്ചാൽ നീറ്റായിട്ടിരിക്കും. ഞാൻ അല്ലെങ്കിൽ നമ്മുടെ ഈ ഡെറ്റോൾ വെച്ചിട്ടാണ് ഡൈനിങ് ടേബിളൊക്കെ തുടയ്ക്കുന്നത്. നോക്കിയിട്ട് കണ്ടില്ല, പിന്നെ ലൈസോൾ കിട്ടി. പിന്നെ ഞാൻ ഒരല്പം എടുത്തിട്ട് ഒന്നെല്ലാം തുടച്ചു. ഇനി എനിക്ക് കുക്കിംഗ് പരിപാടികളുണ്ട്. മോനുൻ്റെ പാലുകുപ്പിയാണ് കേട്ടോ. അതിൽ ആദ്യം പാലൊക്കെ കൊടുക്കുമായിരുന്നു. ഇപ്പം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഞാൻ ഇതിലിപ്പം പാല് കൊടുക്കില്ല. ആദ്യമൊക്കെ കൊടുത്തപ്പോഴേ ഈ ഒരു സ്മെല്ല് വരും. അത് നമ്മൾ എത്ര കഴുകിയാലും ചെറുതായിട്ട് കാണാം. അപ്പോൾ ഒരു തവണ എനിക്ക് കൊടുത്തപ്പോഴേ തോന്നി. പിന്നെ ഞാൻ ഇത് കൊടുക്കില്ല, ഗ്ലാസ്സിൽ കൊടുക്കും പാല്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ടെൻഡൻസി വരും കേട്ടോ ഈ പാലുകുപ്പിയിൽ കുടിക്കാൻ വേണ്ടിയിട്ട്. കാരണം അവർ കുഞ്ഞിലെ ഫീഡ് ചെയ്ത് ശീലിച്ച ആ ഒരു ഇതുണ്ടല്ലോ. പിന്നെ ഞാൻ ഇതിൽ അവന് വെള്ളം കൊടുക്കും, ചൂടുവെള്ളം, അങ്ങനെ എന്തെങ്കിലും ജ്യൂസ് ആണെങ്കിലൊക്കെ കൊടുക്കും. തുടച്ച് വന്നപ്പോൾ അവിടെ ഒരു പഴം ഇരുന്നേ. പിന്നെ വെറുതെ ഇരിക്കുകയില്ലേ,
സങ്കടപ്പെടുത്തണ്ടെന്ന് വിചാരിച്ച് ഒരെണ്ണം എടുത്ത് കഴിച്ച്. ഇനി എനിക്ക് പരിപാടികളുണ്ട് ഗൈസ്, സമയമില്ല ഒട്ടും. അടുത്ത് ജോലി ചെയ്യണം. അടുത്ത് നമ്മളിന്ന് കീരയാണ് വയ്ക്കാൻ പോണത്. ചീര, നിങ്ങൾ ചീര എന്നാണോ കീര എന്നാണോ പറയണത്? നമ്മളിവിടെ കീര എന്നാണ് പറയണത് കേട്ടോ. അത് ചുവന്ന കീരയാണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ ഈ ചുവന്ന കീരയും പിന്നെ എനിക്കിന്ന് കീര തോരനും വെക്കാനുണ്ട്. പിന്നെ നമ്മുടെ ഈ പുളിശ്ശേരിയാണ് വെക്കണത്. അങ്ങനെ കീര ഇട്ടിട്ട് ഇപ്പോൾ നോക്കിയോളൂ, ഒത്തിരി കീരയിട്, പക്ഷേ ഇത് വരണ്ട് വരുമ്പോൾ ഇത്തിരിയേ കാണുള്ളേ. അപ്പോൾ അതെല്ലാം വച്ചു. എന്നിട്ട് നമ്മൾ ഇനി നമ്മുടെ ഈ പുളിശ്ശേരിക്കാണ് കേട്ടോ, ജീരകം, വെളുത്തുള്ളി, പച്ചമുളക്, എന്നിട്ട് തേങ്ങ, തൈരില്ലേ, അത് പുളിയില്ലാത്ത, അധികം പുളിയില്ലാത്ത തൈര്, കട്ട തൈര്, അതും കൂടി വെച്ച് നന്നായിട്ട് മഷി പോലെ അരച്ചിട്ട് നമ്മൾ വെള്ളരിക്കയിൽ ചേർക്കണം. എന്നിട്ട് കടു വറുക്കുമ്പോൾ നമ്മൾ ഈ സംഭവമില്ലേ, കടു വറുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഉലുവ, പിന്നെ കടു, പിന്നെ വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില, വറ്റൽമുളക്, ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയിട്ട് ഇട്ട് നോക്കണം ഗൈസ്. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഈ പറഞ്ഞതുപോലെ അരച്ചിട്ട് നോക്കണേ, അടിപൊളിയായിട്ടിരിക്കും. നമ്മുടെ പുളിശ്ശേരി എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റി ആയിരിക്കും, ഭയങ്കര എമ്മി ആയിരിക്കും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ, കുഞ്ഞുങ്ങൾക്ക് വരെ ഇഷ്ടമാവും. അപ്പോൾ അതൊക്കെ അങ്ങനെ ഞാൻ കടുവറുത്ത് ആഡ് ചെയ്ത് മുട്ട ഓംലേറ്റും കൂടി ആക്കിയേ. അപ്പോൾ പിന്നെ ഇന്നത്തെ പണി, ഉച്ചത്തെ ഫുഡിൻ്റെ പണി ഒരുവിധമായി. ഇനി വൈകുന്നേരം വീണ്ടും ഉണ്ട് ഗൈസ്. പിന്നെ കുറച്ച് തുണി മടക്കാനുണ്ടായിരുന്നേ, പിന്നെ അതൊക്കെ മടക്കാണ്. ഇതും ഒരുവിധം ബെഡ്ഷീറ്റും പിന്നെ എൻ്റെ ഡ്രസ്സും ഒക്കെയാണ് കേട്ടോ മടക്കാനുള്ളത്. എനിക്കാണെങ്കിൽ വൈകുന്നേരം ഇങ്ങനെ ചോറുണ്ടാൻ എനിക്ക് താല്പര്യമില്ല, ഇവിടെ ആർക്കും താല്പര്യമില്ല. അപ്പം വൈകുന്നേരം വീണ്ടും എന്തെങ്കിലും ഒരു ഫുഡ് ഉണ്ടാക്കണം. രാവിലെ കറി ഉണ്ടാക്കിയെങ്കിൽ ഇന്നിപ്പോൾ സ്റ്റൂ ഉണ്ടാക്കിയില്ല, അപ്പം ഞാൻ വൈകുന്നേരം അതെടുക്കും. ഇല്ലെങ്കിൽ പാടായിരിക്കും കേട്ടോ, ചമ്മന്തി അരയ്ക്കും, അങ്ങനെ എന്തെങ്കിലും. കറി ഉണ്ടെങ്കിൽ ഒരുവിധം രക്ഷപ്പെട്ട്. നമ്മൾ പിന്നെ ദോശയോ അപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയത്, ചിലപ്പം പുട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കേണ്ടി വരും കേട്ടോ. നല്ല കുറുകുറുത്തന്നല്ലേ പറയണത്, അല്ല കട്ടിയുള്ള പുളിശ്ശേരി അല്ലേ. അങ്ങനെ അതും കീര തോരനും മുട്ട ഓംലേറ്റും വെച്ചാണ് ഞാൻ കഴിക്കണത്. ഞാൻ ഒരു നെല്ലിക്ക അച്ചാറും കൂടി ഉണ്ടായത്, അതും കൂടി എടുത്തേ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് മോനുവിന് കൊടുത്തു കേട്ടോ. അവൻ സൈക്കിളിൽ തന്നെയാണ്, ഹെൽമെറ്റ് വെച്ചാണ് ഇപ്പോൾ സൈക്കിൾ ഓട്ടണത്. അങ്ങനെ ഹെൽമെറ്റൊക്കെ വെച്ച് സൈക്കിളൊക്കെ എന്ത് മക്കളെ ഹെൽമെറ്റൊക്കെ വെച്ച് സൈക്കിൾ ഓട്ടണ എന്ത് പറ്റി? പുറത്ത് പോകാൻ വേണ്ടി റെഡി ആവണേ. അപ്പോൾ ഞാൻ എൻ്റെ കമ്മൽ തപ്പിത്തിരയാണ് കേട്ടോ. ഇതിൽ വച്ച് പൂട്ടി വെച്ചില്ലെങ്കിൽ മോനുവാണെങ്കിൽ എല്ലാം എടുക്കും. നമ്മുടെ മോയ്സ്ചറൈസറൊക്കെ ഉണ്ടെങ്കിൽ പൂട്ടി വയ്ക്കണം, കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കേട്ടോ. അങ്ങനെ ഇതിൻ്റെ ഐലൈനർ, ലിപ്സ്റ്റിക്ക്, മോയ്സ്ചറൈസർ ഇത്രയും മാത്രമേ ഇടുന്നുള്ളേ. ഈ ഐലൈനർ നല്ലതാണ് കേട്ടോ, മേബിലിൻ്റെ ഐലൈനറാണ്, കണ്ണെഴുതി. ഇനി എനിക്ക് ലിപ്സ്റ്റിക്ക് ഇടണം. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ജെയ്ഡ് റോസ് എന്നാണ് എൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത്. നമ്മുടെ ഓരോ സ്കിൻ ടോണിനനുസരിച്ചും ലിപ്സ്റ്റിക്ക് ഏതാണെങ്കിലും കളറ് ചേഞ്ച് ചെയ്യും കേട്ടോ. അപ്പം എൻ്റെ ലിപ്സിലുള്ള കളറായിരിക്കത്തില്ല ചിലപ്പോൾ നിങ്ങൾക്ക്, പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ന്യൂഡ്, ഒരു നല്ലൊരു ഷെയ്ഡായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ. നൈക്കയുടെ ജെയ്ഡ് റോസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ കുർത്ത ഞാൻ പറഞ്ഞില്ല എക്സ്ചേഞ്ച് ചെയ്തെന്ന്. ഇതിപ്പോൾ ഞാൻ മീഡിയമാണ് എല്ലാ സൈസും എടുക്കുന്നത്. പിന്നെ ഇത് ലാർജ് എടുക്കേണ്ടി വന്നത്, നിങ്ങളും അങ്ങനെ ആയിരിക്കും എടുക്കേണ്ടി വരുന്നത് കേട്ടോ, സൈസിൽ നോക്കിയിട്ട്. ഞാൻ സൈസ് ചാർട്ടൊന്നും നോക്കാതെയാണ് വാങ്ങിച്ചത്, എനിക്കറിയില്ല. എനിക്കൊണ്ട് സ്മോൾ എടുക്കണേ മീഡിയം എടുക്കണേ. അപ്പോൾ അങ്ങനെ ഈ ഡ്രസ്സൊക്കെ ഇട്ട് ഇറങ്ങി. ഈ കമ്മൽ കൊള്ളാമോ, എനിക്ക് ഓക്സിഡൈസ്ഡ് ജ്വല്ലറീസ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഈ കമ്മലും ഈ വളയും മാത്രമാണ്, ലിപ്സ്റ്റിക്കും ഇട്ടു റെഡിയായി. നിങ്ങളൊരു ബ്ലാക്ക് പാൻസ് ആണെങ്കിൽ ഇതിന് നല്ല സൂപ്പറായിരിക്കും. ഞാൻ പെട്ടെന്ന് കൈ കിട്ടിയ ഒരു പാൻറ് എടുത്തിട്ട് അങ്ങനെ റെഡിയായി. അപ്പോൾ പിന്നെ ജസ്റ്റ് നോക്കി. അപ്പോൾ പോയിട്ട് വരാം, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്, ലവ് യു ഓൾ, ബൈ.